നമ്മളിപ്പോൾ സന്ദർശിച്ചത് സക്കാറ എന്ന് പറയുന്ന ഫറോ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായിരുന്ന BC 2900 മുതൽ BC 2000 വരെ ഏതാണ്ട് 800 വർഷം വളരെ ഫ്ലൗറിഷിംഗ് ആയിട്ട് നിലനിന്നിരുന്ന സിറ്റിയാണ് സക്കാറ. അപ്പോൾ അവിടുത്തെ ടോംബുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കണ്ട തേത്തി ഫറോവയുടെ പിരമിഡ്, അതിനകത്തൊക്കെ കുറേ ടെക്സ്റ്റുകൾ ഇങ്ങനെ ചിത്രം പോലെ കാണുകയുണ്ടായി. അതാണ് ഇവരുടെ ലിപി എന്ന് പറയുന്നത്. ആ ലിപി ഇന്ന് റീഡ് ചെയ്തിട്ടുണ്ട്, പിന്നീട് ആക്യുറേറ്റ്ലി റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയെ യുണീക്കാക്കി നിർത്തുന്നൊരു ഘടകം എന്ന് പറയുന്നത് ഈ 5000 വർഷം മുതലുള്ള ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റഡ് ആണ്. ഓരോ കാലത്തും ആരാ ഭരിച്ചത്, എത്ര വർഷമാണ് ഭരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് വേറെ മക്തബ എന്ന് പറയുന്ന നമ്മളെ ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബോഡി വയ്ക്കുന്ന സ്ട്രക്ചർ കണ്ടു. അപ്പോൾ അതിനകത്ത് മുഴുവൻ ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവരുടെ ലൈഫ് സ്റ്റൈലാണ്. ഇവരുടെ മത്സ്യബന്ധനം, ഇവരുടെ കൃഷി രീതികൾ, ഇവരുടെ ബോട്ടിങ്ങുകൾ. അപ്പോൾ ഒരേ സമയം ഇവർ ഇത് ചിത്രീകരിക്കുന്നു, അതേസമയം രേഖപ്പെടുത്തി വയ്ക്കുന്നു. അങ്ങനെ ഒരു കോംപ്രഹെൻസീവ്ലി ഹിസ്റ്റോറിക്കലി ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് ഈജിപ്തിലെ ഫറവോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സമാന സമയത്തിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര ഫ്ലൗറിഷിംഗ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തപ്പെട്ട വേറെ ഹിസ്റ്ററി ഇപ്പോഴും ഇങ്ങനെ ഗംഭീരമായിട്ട് കാണുന്നൊരു സ്ഥലമില്ല. അതുകൊണ്ടുകൂടിയാണ് ലോകം മുഴുവൻ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള, കൾച്ചറിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിപ്പോഴും നിൽക്കുന്ന ഈ മ്യൂസിയം സക്കാറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാന മ്യൂസിയം എന്ന് കാണിക്കാവുന്ന അത്രയും സാധനങ്ങൾ ഈ ചെറിയ മ്യൂസിയത്തിലുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 20ഓളം മ്യൂസിയങ്ങൾ ഈജിപ്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ ലണ്ടൻ മ്യൂസിയം ആണെങ്കിലും ജർമ്മനിയിലെ മ്യൂസിയം ആണെങ്കിലും അവിടെയൊക്കെ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഇവിടെ നിന്ന് കൊളോണിയൽ കാലത്ത് ഇവർ കൊണ്ടുപോയ സാധനങ്ങളാണ്. ഇപ്പോഴും ഈജിപ്തിൽ നിന്ന് പുതിയ സാധനങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും തീരാത്ത ഹിസ്റ്ററി ഉള്ള ഒരു നാടാണ് ശരിക്കും ഈജിപ്ത് എന്ന് പറയുന്നത്.